ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഇൻഷാ അല്ലാഹ് 2025 റമദാൻ ഒന്നാമത്തെ ദിവസം. അള്ളാഹു നമുക്ക് പരിശുദ്ധ റമദാനിനെ ഒരിക്കൽ കൂടി വരവേൽക്കാൻ തൗഫീഖ് ചെയ്ത ദിവസം. ഒന്നാമത്തെ ദിവസം നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫളാഇലു റമദാൻ, റമദാനിന്റെ മഹത്വങ്ങൾ എന്നതാണ്. പരിശുദ്ധ റമദാൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു ഓഫറാണ്, വലിയൊരു അനുഗ്രഹമാണ്. ചില പ്രത്യേക സമയങ്ങൾ കൂടുതൽ പ്രതിഫലമുള്ളതാവുക എന്ന് പറയുന്നത് മനുഷ്യന് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള നല്ല ഒരു മനഃശാസ്ത്രപരമായ സമീപനമാണ്. ഒരു മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാനും നന്മയിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കാനും സഹായിക്കുന്ന ഒരു സമീപന രീതിയാണ്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട അതിന്റെ മഹത്വങ്ങൾ, ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില ഹദീസുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ശഹ്റു റമദാൻ ഫുതിഹത് അബ്വാബുസ് സമാ. പരിശുദ്ധ റമദാൻ ആയാൽ അള്ളാഹുവിന്റെ ആകാശലോകങ്ങളിലെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, അതിന്റെ അതിന്റെ ആശയമാണ് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഉല്ലിഖത്ത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. സുൽസിലത്തി ഷയാത്തീൻ, പിശാചുക്കളെ ചങ്ങലക്കിടപ്പെടും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമദാനായാൽ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുക, നന്മ ചെയ്യാനുള്ള പ്രേരണ വർദ്ധിക്കും. നരകത്തിന്റെ കവാടം അടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന വഴികളും സാധ്യതകളും കുറയും. പിശാചിനെ ചങ്ങലക്കിടപ്പെടുമെന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഇടപെടാനുള്ള സാധ്യതകൾ കുറയും. മനുഷ്യൻ നന്മയെക്കുറിച്ച് കൂടുതൽ ബോധവാനാവുകയും ആ ബോധ്യത്തിന്റെ പേരിൽ ധാരാളം നന്മകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് പിശാചിന്റെ അവസരങ്ങൾ കുറയലാണല്ലോ. ഏറ്റവും കൂടുതൽ പള്ളികളിൽ ആള് സജീവമാകുന്നത്, ഇബാദത്തുകൾ കൂടുതൽ നിർവഹിക്കപ്പെടുന്നത്, ധാരാളം ദാനധർമ്മങ്ങൾ നടക്കുന്നത്, ഇതെല്ലാം പരിശുദ്ധ റമദാനിലാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതിന്റെ മറ്റൊരു പദപ്രയോഗം മാത്രമാണ് നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്നു, പിശാചിനെ ചങ്ങലക്കിടപ്പെടുന്നു, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നു. عن سهل بن سعد رضي الله عنه قال رسول الله صلى الله عليه وسلم في الجنة 8 أبواب. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. മിൻഹ ബാബുൻ യുസമ്മർ റയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ. അതിൽ ഒരു കവാടം, അതിന്റെ പേര് റയ്യാൻ എന്നാണ്. സ്വർഗക്കാർക്ക്, നോമ്പുകാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. നോമ്പുകാർക്ക് പ്രത്യേക പരിഗണനയുണ്ട്, സ്വർഗലോകത്തവർക്ക് പ്രത്യേകം ഒരു മഹത്വമുണ്ട് എന്നത് ഒരു മനുഷ്യന് റമദാനിനെ പരിഗണിക്കണം എന്നതിന്റെ സൂചനയാണ്. റമദാനിന് ഏറെ മഹത്വമുണ്ട് എന്നതിന്റെ സൂചനയാണ്. മറ്റൊരു ഹദീസ് കൂടി കാണാം. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ومن قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه ومن قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. ഒരാൾ റമദാനിലെ നോമ്പ് നോൽക്കുന്നത് പ്രതിഫലേച്ഛയോടുകൂടെ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ആകുമ്പോ അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നു. കഴിഞ്ഞകാല ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു വഴിയായിട്ടത് മാറുന്നു. പരിശുദ്ധ റമദാനിൽ ഈ പ്രതിഫല പ്രതീക്ഷയോടുകൂടെ ആൾക്കാർ കാണണമെന്ന ആഗ്രഹത്തിന് പകരം മറ്റുള്ളവരെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു തരം മാനസികമായ ഡിസോർഡർ, അതിന് പകരം അള്ളാഹു എന്റെ സ്രഷ്ടാവ്, അവനിൽ നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കണം, അവന്റെ അടുക്കൽ പ്രതിഫലാർഹനാകണം എന്ന നീയത്തോടെയാകുമ്പോ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗതകാല ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കുന്നു. ആ ദോഷങ്ങളിൽ നിന്നുള്ള അവന്റെ മാനസികാവസ്ഥയും കാഴ്ചപ്പാടുകൾ എല്ലാറ്റിനും മാറ്റം വരുന്നു. വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിന്റെ ഒരാൾ നിസ്കരിച്ചാൽ
അതും ഈ പ്രതിഫലോച്ചയോടെ ആകുമ്പോ അദ്ദേഹത്തിന്റെ ഗതകാല ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل عمل بن آدم يضاعف له يضاعف الحسنة بعشر أمثالها إلى 700 ضعف. മനുഷ്യന്റെ എല്ലാ ആരാധനകളും 10 മുതൽ 700 വരെ ഇരട്ടി അള്ളാഹു പ്രതിഫലം നൽകും. قال الله تعالى إلا الصوم നോമ്പൊഴികെ ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി ഞാൻ നോമ്പ് അതൊരു പ്രത്യേകമാണ്, അതിന് ഞാൻ നേരെ പ്രതിഫലം നൽകുകയാണ്, അതിന് കണക്ക് പറയാൻ പറ്റാത്ത വിധം. കാരണം യദഉ ശഹവതഹു വതുആമഹു മിൻ അജ്ലി അവൻ എന്റെ പ്രതീക്ഷയിലാണ്, ഞാൻ കാരണമാണ് അവന്റെ വൈകാരികത മാറ്റിവെക്കുന്നത്, അവന്റെ ഭക്ഷണം മാറ്റിവെക്കുന്നത്. നോമ്പിന്റെ പകൽ സമയങ്ങളിൽ അവന്റെ വൈകാരികതയെ അടക്കി വെക്കുന്നു, അവന്റെ ആവേശങ്ങളെ മാറ്റിവെക്കുന്നു, തെറ്റായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവന് അനുവദിക്കപ്പെട്ട തന്നെ ഒരുപാട് സന്തോഷങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നോമ്പുകാരന് 2 പ്രതിഫലമുണ്ട്, 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒന്ന് അവൻ നോമ്പ് തുറക്കുന്ന സമയം, അതിന് മറ്റൊരർത്ഥവും കാണാം. അവൻ ആ നോമ്പ് റമദാൻ പൂർത്തീകരിക്കുന്ന സമയം, ഒരു റമദാൻ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു നോമ്പ് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയല്ലോ. രണ്ടാമത്തോ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി അള്ളാഹുവിനെ കാണുക എന്നത് സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്. ആ വലിയ നേട്ടം നോമ്പുകാരന് കിട്ടുമ്പോ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. വല ഖലൂഫു ഫമിസ്സാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക് നോമ്പുകാരന്റെ വായി സ്വാഭാവികമായും പകല് ഭക്ഷണം കഴിക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന സമയം അതിന് ദുർഗന്ധം വരും. ആ ദുർഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ അതിന് കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ മഹത്വമുള്ളതാണ്, പ്രിയമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്രയേറെ നോമ്പുകാരന്റെ ഈ നോമ്പ് കർമ്മത്തിന് അള്ളാഹു വില കൽപ്പിക്കുന്നു, മഹത്വം കൽപ്പിക്കുന്നു. വസ്വിയാമു ജുന്നത്തുൻ നോമ്പ് എന്നതൊരു പരിചയാണ്. വൈദാകാന യൗമു സൗമി അഹദിക്കും നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായാൽ ഫലാ യർഫസ് വലാ യസ്ഖബ് അവൻ അനാവശ്യം പറയാതിരിക്കട്ടെ, തർക്കത്തിന് പോകാതിരിക്കട്ടെ, ലഹളകൾക്ക് പോകാതിരിക്കട്ടെ. ഫൈൻ സാബഹു അഹദുൻ ആരെങ്കിലും ഇങ്ങോട്ട് തർക്കത്തിന് വന്നാൽ പോലും ഔ ഖാതലഹു അല്ലെങ്കിൽ ആരെങ്കിലും ശണ്ട കൂടാൻ വന്നാൽ ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സ്വാഇം ഞാൻ നോമ്പുകാരനാണെന്നവൻ പറയട്ടെ, അല്ലെങ്കിൽ നോമ്പുകാരനാണെന്നവൻ ചിന്തിക്കട്ടെ. എന്നിട്ട് സർവമാന ബഹളങ്ങളിൽ നിന്നും, സർവമാന ലഹളകളിൽ നിന്നും, സർവമാന അർത്ഥശൂന്യ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കട്ടെ. അതാണ് നോമ്പിനോടുള്ള മഹത്വമായി കാണിക്കേണ്ട പ്രവർത്തന രീതി. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا كان أول ليلة من شهر رمضان صفدت الشياطين ومرضت الجن അതേ നോമ്പിന്റെ റമദാൻ മാസത്തിന്റെ ആദ്യ രാത്രിയായാൽ തന്നെ പിശാച് ചങ്ങലക്കിടപ്പെടുന്നു, നന്മ വർദ്ധിക്കുന്നു, ആൾക്കാര് സ്വാലിഹായ അമലുകൾ ചെയ്യുന്നത് വർദ്ധിക്കുന്നു. ജിന്നുകൾ പിശാചുക്കളിൽ നിന്ന് പിശാചുക്കളെ അടക്കി നിർത്തപ്പെടുന്നു, അവരുടെ ഇടപെടൽ കുറയുന്നു. കാരണം റമദാനായാൽ ഉണർത്തലുകളും ഉപദേശങ്ങളും ധാരാളം ഉണ്ടാകും. എന്നിട്ട് വഉല്ലിഖത്ത് അബ്വാബുന്നാർ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്നു. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൽ ഫലം യുഫ്തഹ് മിൻഹാ അതിൽ നിന്ന് ഒരു വാതിൽ തുറക്കപ്പെടുന്നില്ല. എന്നാൽ സ്വർഗത്തിന്റെ ബാബുകൾ യുഫ്തഹു മിൻ ബാബുൽ ജന്ന സ്വർഗം തുറക്കപ്പെടുന്നു. ഫലം യുഗ്ലഖ് മിൻഹാ അതിൽ നിന്നൊന്നും അടക്കപ്പെടുന്നില്ല. എന്നിട്ട് വയുനാദി മുനാദിൻ വിളിച്ചു പറയപ്പെടുന്നു, യാ ബാഗിയൽ ഖൈർ ഓ നന്മ ചെയ്യുന്നവരെ, അഖ്ബിൽ നിങ്ങൾ മുന്നിട്ട് വരൂ,
വയാ ബാഗിയ ശർറ്, ഓ തിന്മ ചെയ്യുന്നവരെ, അഖ്സിർ, നിങ്ങൾ പിന്നോട്ട് നിൽക്കൂ, പിന്മാറൂ. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അള്ളാഹു ഈ നരകത്തിൽ നിന്ന് ധാരാളം പേരെ മോചിപ്പിക്കുന്നുണ്ട്. അദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും ഇതുപോലെ ധാരാളം പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أتاكم رمضان شهر مبارك فرض الله عليكم صيامه. ദാ നിങ്ങൾക്ക് റമദാൻ വന്നിരിക്കുന്നു, റമദാനിലെ നോമ്പല്ലാഹു നിർബന്ധമാക്കി. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാഇ വതുലഖു ഫീഹി അബ്വാബുൽ ജഹീം, ആകാശലോകങ്ങൾ, സ്വർഗലോകങ്ങൾ സർവവും നിങ്ങൾക്ക് തുറക്കപ്പെടുന്നു. നരകത്തിന്റെ ജഹീമിന്റെ ബാബുകൾ അടക്കപ്പെടുന്നു. വതുഗല്ലു ഫീഹി മറദത്തുൽ ജിന്നി വറദത്തു ശയാത്തീൻ, എല്ലാ പിശാചുക്കളെയും ചങ്ങലക്കിടപ്പെടുന്നു. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ മഹത്വമുള്ള ഒരു രാത്രി ഈ റമദാനിലുണ്ട്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, അതൊരാൾക്ക് നിഷേധിക്കപ്പെട്ടു പോയാൽ അയാൾക്ക് എല്ലാ നന്മയും നിഷേധിക്കപ്പെട്ടത് തന്നെയാണ്. റവാഹു അഹ്മദ് വൻ നസാഇ. وعن عبد الله بن عمرو رضي الله عنه أن رسول الله صلى الله عليه وسلم قال الصيام والقرآن يشفعان, നോമ്പും ഖുർആനും ശുപാർശകരാണ്. ലിൽ അബ്ദി, ആ നോമ്പിന്, റമദാനിന്, ഖുർആൻ ഓതുകയും റമദാനിനെ ബഹുമാനിക്കുകയും ചെയ്തവർക്ക്. യസ്ഫഅനിൽ അബ്ദി യഖൂലു സിയാം, നോമ്പ് പറയുന്നു. ഐ റബ്ബി, പടച്ചോനെ, ഇന്നി മനഅതുഹു ത്വആമ വശഹവാത് ബിന്നഹാർ, പകലിൽ സർവഭക്ഷണവും സർവവികാരവും പടച്ചോനെ ഞാൻ ഇവനെ വിലക്കിയതാണ്, ഞാൻ തടഞ്ഞു വെച്ചതാണ്. ഫശഫിഅനി ഫീ, എന്നെ ശുപാർശകനാക്കണേ. വയഖൂലുൽ ഖുർആനു, ഖുർആൻ പറയുന്നു. മനഅതുഹു നൗമ ബില്ലൈലി, രാത്രിയിലെ ഉറക്കം ഞാൻ അവന് വിലക്കിയതാണ്. ഫശഫഅനി ഫീഹി ഫയശ്ഫഅൻ, മനഅതുഹു നൗമ ബില്ലൈലി, രാത്രിയിലെ ഉറക്കം ഞാൻ അവന് തടഞ്ഞതാണ്. അതുകൊണ്ട് ഫശഫഅനി ഫീഹി, എനിക്ക് ഒരുപാട് സമയം എന്നെ പാരായണം ചെയ്യാൻ അവൻ മാറ്റിവെച്ചതാണ്. എന്നെ ശുപാർശകനായി സ്വീകരിക്കൂ. ഫയശ്ഫഅൻ, ഈ നിലയിൽ ഖുർആനും നോമ്പും അത് രണ്ടിനെയും മാനിച്ചവർക്ക് വേണ്ടി പരലോകത്ത് ശുപാർശകരായി വരുന്നതാണ്. റവാഹുൽ ബൈഹഖി, ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ച ഹദീസാണിത്. വഅൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ദഖല റമളാനു, റമളാനായപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറയാണ്. ഇന്ന ഹാദ ശഹ്റ ഖദ് ഹളറകും, ഇദാ ഈ മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്റിൻ, ഇതിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസത്തെക്കാൾ ബഹുമാനമുണ്ട്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലുഹു, അതൊരാൾക്ക് തടയപ്പെട്ടു പോയാൽ റമദാനിനെ മാനിക്കാൻ, റമദാനിലെ ആ ഒരു രാത്രിയെ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഒരാൾക്ക് പറ്റാതെ പോയാൽ വലിയ സർവ നന്മയും അവന് നഷ്ടപ്പെട്ടത് തന്നെ. കാരണം ഈ മാസത്തിലെ എല്ലാ ദിവസങ്ങളെയും ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ 80-ലധികം വർഷത്തെക്കാൾ മഹത്വമുള്ള സമയം അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ റമദാൻ മുഴുവനും ഈ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് പരിഗണിക്കുന്നത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമല്ലേ? അതാണ് പരിശുദ്ധ റസൂൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വലാ യുഹറമു ഖൈറുഹാ ഇല്ലാ കുല്ലു മഹ്റൂം, ഹതഭാഗ്യനെ ഈ രാത്രി നഷ്ടപ്പെടുകയുള്ളൂ. ഒരു ഭാഗ്യവാന്റെ ലക്ഷണം ഈ ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ സമയത്തെയും ഉപയോഗിക്കലാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു ഖാല, സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഉദ്ധരിക്കുകയാണ്.
ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ അവസാന ദിവസത്തിൽ നബി തങ്ങൾ ഞങ്ങളോടൊരു പ്രഭാഷണം നടത്തി. ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് അദല്ലക്കും ശഹ്റുൻ അദീമുൻ മുബാറകുൻ, വലിയ മഹത്വമുള്ള ബറക്കത്തുള്ളൊരു മാസം വന്നിരിക്കുന്നു. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ, അതിൽ ഒരു രാത്രി തന്നെ 1000 മാസത്തെക്കാൾ ബഹുമാനമുള്ളൊരു രാത്രിയും ഇതിലുണ്ട്. ജഅലല്ലാഹു തആല സിയാമഹു ഫരീളത്തൻ, ഇതിലെ നോമ്പിനെ അല്ലാഹു ഫർളാക്കി. വഖിയാമ ലൈലിഹി തതവ്വുആ, ആ റമദാനിന്റെ രാത്രിയിലെ ആ പ്രത്യേക നിസ്കാരത്തെ സുന്നത്താക്കി. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി, ഒരു നന്മ ഒരാള് ഈ റമദാനിൽ ചെയ്താൽ കാന കമൻ അദ്ദാ ഫരീളത്തൻ ഫീമാ സിവാഹു, മറ്റുള്ള മാസത്തിൽ ഒരു ഫർള് ചെയ്തതുപോലെ ഒരു സുന്നത്തിന് അല്ലാഹു മഹത്വം നൽകുന്നു. വമൻ അദ്ദാ ഫീ ഫരീളത്തൻ ഫീഹി, ഒരു ഫർള് ഈ മാസത്തിൽ ചെയ്താൽ കാന കമൻ അദ്ദാ 70 ഫരീളത്തൻ ഫീമാ സിവാഹു, അല്ലാത്ത മാസത്തിൽ 70 ഫർള് ചെയ്തതുപോലെ പ്രതിഫലമാണ്. വഹുവ ശഹ്റുസ് സുബ്രി, ക്ഷമയുടെ മാസമാണ്. പകല് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് ക്ഷമിക്കുന്നു, മറ്റ് ലൈംഗിക കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ക്ഷമിക്കുന്നു, അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ക്ഷമിക്കുന്നു. വസ്സബ്റു സവാബുഹു അൽ ജന്ന, ഈ ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. വശഹ്റുൽ മുവാസാത്തി, ഇതൊരു സമത്വത്തിന്റെ മാസമാണ്. കാരണം സമ്പന്നനായാലും വിശപ്പ് സഹിക്കുന്നു, ദരിദ്രനായാലും വിശപ്പ് സഹിക്കുന്നു. ഒരു സമത്വമുള്ള മാസമാണ്. വശഹ്റുൻ യുസ്ദാദു ഫീഹി റിസ്ഖുൽ മുഅ്മിനി, വിശ്വാസിക്ക് റിസ്ക് വർദ്ധിക്കുന്ന മാസമാണ്. മൻ ഫത്തറ ഫീഹി സ്വാഇമാ, ഈ മാസത്തിൽ ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അതെ, അവന്റെ നേട്ടം എത്രയാണ്? അവന്റെ നേട്ടം മൻ ഫത്തറ ഫീഹി സ്വാഇമാ, മൻ ഫത്തറ ഫീഹി സ്വാഇമൻ, നോമ്പുകാരൻ ഈ മാസത്തിൽ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബിഹി, അത് ദോഷം പൊറുക്കാനുള്ള അവസരമാണ്. വൈത്ഖ റഖബതിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനുള്ള അവസരമാണ്. വകാന ലഹു മിസ്ലു അജ്രിഹി, ആ നോമ്പുകാരന്റെ പ്രതിഫലം നീ തുറപ്പിച്ചവന് ലഭിക്കുന്നതാണ്. മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ഷൈഉൻ, ആ നോമ്പുകാരന് പ്രതിഫലമൊന്നും ചുരുങ്ങിപ്പോവുകയുമില്ല. നോമ്പുകാരൻ അത് ബന്ധുക്കളായാലും അയൽവാസിയായാലും യാത്രക്കാരനാണെങ്കിലും മറ്റു പ്രയാസമുള്ളവരാണെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ഈ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഖുൽനാ യാ റസൂലല്ലാഹ് ലൈസ കുല്ലുനാ യജിദു മാ നഫ്തുറു ബിഹി സ്വാഇമാ, എല്ലാവർക്കും ഒന്നും നോമ്പുകാരനെ തുറപ്പിക്കാനുള്ള ഭക്ഷണം കയ്യിലില്ലല്ലോ നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മറുപടി, അതേ, യുഅ്തില്ലാഹു ഹാദാ സവാബ, ഈ പ്രതിഫലം അല്ലാഹു നൽകും. മൻ ഫത്തറ സ്വാഇമൻ അലാ മുദ്ഖത്തി ലബനിൻ, ധാരാളം സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഉള്ള ഒരു പാല് നൽകി, ഒരു പാത്രം പാല് നൽകി, ഒരു ഗ്ലാസ് പാല് നൽകി, ഔ തമ്രത്തൻ, അല്ലെങ്കിൽ കാരക്ക നൽകി, ഔ ശുർബത്തൻ മിമ്മാഇൻ, അല്ലെങ്കിൽ ഉള്ള വെള്ളം നൽകി, ഉള്ളത് നൽകി ഒരാള് നോമ്പ് തുറപ്പിച്ചാലും ഈ പ്രതിഫലം ഉണ്ടാകും. വമൻ അസ്ബഅ സ്വാഇമാ, നോമ്പുകാരന് വയറ് നിറയെ ഭക്ഷണം നൽകിയാൽ സഖാഹുല്ലാഹു മിൻ ഹൗദി, എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അവൻ അല്ലാഹു നൽകുന്നതാണ്. ശർബത്തൻ ലാ യദ്മഉ ഹത്താ യദ്ഖുലൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്നത് വരെ കടന്നാൽ പോലും ദാഹിക്കാത്ത ഒരു കുടിപ്പിക്കൽ അവന് നൽകുന്നതാണ്, പാനീയം നൽകുന്നതാണ്. വഹുവ ശഹ്റുൻ, ഈ റമദാൻ മാസം, അവ്വലുഹു റഹ്മത്തുൻ, അതിന്റെ ആദ്യം റഹ്മത്താണ്, കാരുണ്യമാണ്. വഔസതുഹു മഗ്ഫിറത്തുൻ, അതിന്റെ മധ്യഭാഗം, അതിന്റെ നടുഭാഗം അത് മഗ്ഫിറത്താണ്, പാപമോചനമാണ്.
വാഖിറുഹു ഉഇതുകും മിനന്നാർ. അതിന്റെ അവസാനം നരകമോചനമാണ്. വമൻ ഖഫഫ അൻ മംലൂകിഹി, തന്റെ കീഴിലുള്ളവർക്ക് ഒരാള് ലഘൂകരണം നടത്തിയാൽ, തന്റെ കീഴിലുള്ളവർക്ക് ഒരാള് വിട്ടുവീഴ്ച ചെയ്യുകയും പണി കുറച്ചു കൊടുക്കുകയും അങ്ങനെ ലഘൂകരണം നടത്തിയാൽ ഗഫറല്ലാഹു ലഹു വഅതഖഹു മിനന്നാർ, അള്ളാഹുവിന് പുറത്തു കൊടുക്കും, അള്ളാഹുവിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. റവാഹുൽ ബൈഹഖി. وعن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم إذا دخل شهر رمضان റമദാൻ ആയാൽ അത്തുലഖ കുല്ല അസീരിൻ, നബിതങ്ങൾ പിടിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിട്ടേക്കും. വാഴ്ത്ത കുല്ല സായിലിൻ, ഏത് ആള് എന്ത് ചോദിച്ചു വന്നാലും നബിതങ്ങൾ ധാരാളം കൊടുക്കും. റമദാൻ ആയാൽ നബിതങ്ങൾ സാധാരണത്തെക്കാൾ കൂടുതൽ ദാനധർമ്മം ചെയ്യും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നൽ ജന്നത തുസഖ്റഫു ലി റമളാന മിൻ റഅസിൽ ഹൗലി ഇലാ ഹൗലിൻ ഖാബിലിൻ, റമളാനിന് വേണ്ടി ഒരു വർഷം മുഴുവനും സ്വർഗ്ഗം അലങ്കരിക്കപ്പെടും. എന്നിട്ടോ ഖാൽ ഫൈദാ കാന അവ്വലു യൗമിൻ മിൻ റമളാൻ, റമളാനിന്റെ ആദ്യ രാത്രിയായാൽ ഹബ്ബത്ത് റീഹുൻ തഹ്തൽ അർശി, അർഷിന്റെ ചുവടെ നിന്നൊരു കാറ്റടിച്ചു വീശും. മിൻ വറഖിൽ ജന്നത്തി അലാ ഹൂറിൽ ഐൻ, ഹൂറുൽ ഐങ്ങളായ സുന്ദരികളിലേക്ക്, സ്വർഗത്തിലേക്ക് ആ അർഷിന്റെ തണലിൽ നിന്നൊരു കാറ്റടിച്ചു വീശും. ഫയഖുൽന, അവര് പ്രാർത്ഥിക്കും, യാ റബ്ബി ജഅൽ ലനാ മിൻ ഇബാദിക അസ്വാജാ, ഈ നോമ്പുകാരായ നോമ്പുകാലത്തെ ഈ അലങ്കാരം കാരണമാകുന്ന, ഈ അലങ്കാരത്തിന് കാരണക്കാരായ നിന്റെ അടിമകൾ, വിശ്വാസികൾ, അവരിൽ നിന്ന്, ആ അടിമകളിൽ നിന്ന് ഞങ്ങൾ കിണകളെ തരണേ എന്ന് സ്ഫൂർലീങ്ങൾ പ്രാർത്ഥിക്കും. തഖിറു ബിഹിം അഅ്യുനുനാ വതഖിറു അഅ്യുനുഹും ബിനാ, ഞങ്ങളുടെ കണ്ണ് അവരെ കണ്ടാൽ കൺകുളിർക്കും, അവർക്ക് ഞങ്ങളെ കണ്ടാലും കൺകുളിർക്കും. ആ വിധത്തിൽ അവർക്ക് ഞങ്ങൾക്ക് അവരെ ഇണകളാക്കി തരണേ. കാരണം ഇത്രയേറെ അള്ളാഹു ആദരിക്കുന്ന വിഭാഗമാണെങ്കിൽ അവരുടെ ആളാകണം എന്ന ചിന്ത സ്വർഗത്തിലെ ഹൂർലൈങ്ങൾ വരെ ആഗ്രഹിക്കുന്നു. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല عن النبي صلى الله عليه وسلم قال يغفر لأمته في آخر ليلة في رمضان, റമളാനിലെ യുഗ്ഫറു ലി ഉമ്മത്തിഹി, നബി തങ്ങൾ പറയാണ്, ഈ ഉമ്മത്തിന് അള്ളാഹു പുറത്തു കൊടുക്കും റമളാനിലെ അവസാന രാത്രിയിൽ. ഖീല, ആ സമയത്ത് ചോദ്യം വന്നു, യാ റസൂലല്ലാഹ് അഹിയ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ ആണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഖാല ലാ, ലൈലത്തുൽ ഖദ്ർ മാത്രമല്ല, വലാകിന്നൽ ആമില ഇന്നമാ യുവഫാ അജ്റുഹു ഇദാ ഖളാ അമലഹു, ഏതൊരു ആമിലും, ഏതൊരു അമല് ചെയ്യുന്നവനും ആ അമല് തീരുമ്പോ അള്ളാഹു ധാരാളം പ്രതിഫലം വീട്ടിക്കൊടുക്കുന്നതാണ്. അപ്പോ പരിശുദ്ധ റമളാൻ അതൊരു വലിയ സൗഭാഗ്യമുള്ള മാസമാണ്, വലിയ മഹത്വമുള്ള മാസമാണ്. ആ മാസത്തെ അറിഞ്ഞ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് വലിയൊരു തൗഫീഖാണ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ റമളാനിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട മസ്അലകളും നാം മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു വിഷയങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് അടുത്ത ദിവസവും ഇൻഷാ അല്ലാഹ് ക്ലാസ്സുകൾ നടക്കും. സമയവും സന്ദർഭവും അനുകൂലമായവർ ഉപയോഗപ്പെടുത്തുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്യുകയും പരമാവധി ആളിലേക്ക് ഈ നല്ല സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് ഓരോ 1.5 മണിക്ക് അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ ക്ലാസ് നടക്കും. ഹാപ്പി സോൺ ട്രെയിനിങ് സെന്ററിന്റെ ഭാഗമായി ഒരുപാട് പരിപാടികൾ, പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ആ നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ഭാഗങ്ങളിലുള്ള ഹാപ്പി സോണിന്റെ ട്രെയിനേഴ്സും അതിന്റെ പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരും അത് നിങ്ങൾക്ക് അറിയിച്ചു തരും. അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും
അതിന്റെ ഭാഗമാവുകയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അതുപോലെ നമ്മുടെ സ്വന്തം കുടുംബ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ മനഃശാസ്ത്രത്തെയും പരിശുദ്ധ ഇസ്ലാമിന്റെ അറിവുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ധാരാളം കോഴ്സുകളും പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമുക്ക് നന്മകൾ ഉൾക്കൊള്ളാൻ, നന്മയുടെ ഭാഗമാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിശദമായ ക്ലാസ്സുകൾ നടക്കും. ഇന്ന് കുറഞ്ഞ വിഷയങ്ങൾ കൂടി നമുക്ക് സംസാരിക്കുന്നുണ്ട്. ഏതാനും ചില ഹദീസുകൾ കൂടി നമുക്ക് ഇന്ന് സംസാരിക്കാം. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക്കത്തൻ. നിങ്ങൾ അത്തായം കഴിക്കണം. നോമ്പിന് അത്തായം കഴിക്കൽ ഒരു സുന്നത്താണ്, അത് ബറക്കത്താണ്. ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബി അക്കലത്തുസ് സഹർ. പൂർവവേദ ഗ്രന്ഥങ്ങളുടെ ആൾക്കാർ അവരുടെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത്തായം കഴിച്ചുകൊണ്ടാണ് നാം നോമ്പ് നിൽക്കുന്നത് എന്നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു الناس بخير ما عجلوا الفطر. നോമ്പ് എത്രയും പെട്ടെന്ന് തുറക്കുക. വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, സമയമാകാതെ വാങ്ക് കൊടുക്കുന്നവർ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും എല്ലായിടത്തും സമയമായിട്ട് തന്നെയാണ് വാങ്ക് കൊടുക്കുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും പിന്തുടർച്ചയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ തുടർച്ചയുള്ള, സ്വഹാബത്ത് മുതലേ വന്ന തുടർച്ചയുള്ള ആദർശത്തിന്റെ വക്താക്കൾ അവരുടെ പള്ളികളിലെല്ലാം സമയമായാലാണ് വാങ്ക് കൊടുക്കുക. ചുരുക്കം ചില ബിദ്അത്തിന്റെ കക്ഷികളുടെ പള്ളികളിൽ മാത്രം നേരത്തെ 2-3 ഒക്കെ മിനിറ്റ് നേരത്തെ വാങ്ക് കൊടുക്കും. അത് അവിടെ നോമ്പ് തുറക്കരുത്. അതേ സമയത്ത് വാങ്കിൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലാത്തയിടത്ത് വാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നോമ്പ് തുറക്കുക. ഒരു കാരക്കയോ വെള്ളമൊക്കെ കുടിച്ച് നോമ്പ് തുറക്കുക. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസ്വാലി ഫിസ്സൗം. നോമ്പ് ഒരു നോമ്പ് തുറന്ന് എന്നിട്ട് അടുത്ത നോമ്പ് നോൽക്കുക, അല്ലാതെ ഒരു നോമ്പ് തുറക്കാതെ അടുത്ത നോമ്പ് കൂടി തുടർച്ചയായി നോൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിരിക്കുന്നു. ഫഖാല ലഹു റജുലുൻ. ഒരാൾ ചോദിച്ചു, ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്, അങ്ങ് ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഖാല, നബി തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, അയ്യുക്കും മിസ്ലി, നിങ്ങളിൽ ആരാണ് എന്നെ പോലെയുള്ളത്? ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി. ഞാൻ രാത്രി കിടന്നുറങ്ങിയാൽ, അല്ലെങ്കിൽ എന്റെ രാത്രി കഴിച്ചു കൂട്ടുന്ന സമയത്ത് അള്ളാഹു എനിക്ക് റിസ്ക് നൽകുന്നുണ്ട്, അള്ളാഹു എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, അള്ളാഹു എന്നെ കുടിപ്പിക്കുന്നുണ്ട്. എന്റെ ശരീരത്തിന് സാധാരണ ശരീരങ്ങളിൽ നിന്ന് വേറിട്ട സ്പെഷ്യാലിറ്റികൾ, പ്രത്യേകതകളുണ്ട്. ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് മിർഖാത്തിൽ പറയുന്നത് കാണാം, ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല യുഫീലു അലൈഹി മാ യസുദ്ദു മസദ്ദ തുആമിഹി വ ശറാബിഹി. ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു പവർ അല്ലാഹു നബിതങ്ങളിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നു. മിൻ ഹൈസു ഇന്നഹു യുസ്ഗിലുഹു അനിൽ ഇഹ്സാസി ബിൽ ജൂഇ വൽ അത്ഷി. വിധങ്ങൾക്ക് വിശപ്പോ ദാഹമോ അനുഭവപ്പെടാത്ത വിധം, വയുഖവ്വിഹി അല ത്വാഅതി വയഹ്റുസുഹു അനിൽ ഖലലിൽ മുഫ്ലി ഇലാ ളുഅഫിൽ ഖുവാ വകലാലിൽ അഅ്ളാ. വിധങ്ങളെ ഇബാദത്തിന് പറ്റുന്ന വിധം അല്ലാഹു ശക്തിപ്പെടുത്തുകയും ഒരു ശക്തികൾ ക്ഷയിച്ചു പോകുന്ന വിധത്തിലുള്ള ഒന്നും വിധങ്ങൾക്ക് അല്ലാഹു നൽകാതിരിക്കുക, അവയവങ്ങൾ ക്ഷീണിച്ചു പോകുന്ന ഒന്നും നൽകാതെ അല്ലാഹു സംരക്ഷിക്കും. قال الطيبي هذا أحد قولي الخطابي والقول الآخر ذكر في شهر السنة وهو أن يحمل على الظاهر بأن يرزقه الله تعالى طعاما وشرابا ليالي صيامه. മറ്റൊരാശയം ശറഹ് സുന്നയിലൊക്കെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ അത്ഭുതകരമായി റിസ്ക് നൽകുന്നു, സ്വർഗീയ ഭക്ഷണം നൽകുന്നു റമദാനിന്റെ രാത്രിയിൽ. ഫയകൂനു ദാലിക കറാമത്തുൽ ലഹു, അതൊരു അല്ലാഹു നബിതങ്ങൾക്ക് നൽകുന്ന ബഹുമതിയാണ്. വഹാസുലുഹു അന്നൽ ഹംല അലാ അന്നഹു യഅതീഹി തുആമുൻ വശറാബുൻ മിൻ ഇൻദിഹി തആല
കറാമത്തുല്ലഹു അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു നബിതങ്ങൾക്ക് നൽകുന്ന ഒരു ബഹുമതിയാണ്. അള്ളാഹു സ്പെഷ്യലായി പ്രത്യേകമായ നബിതങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഹഫ്സത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലം യുജ്മിഇ സിയാമ ഖബ്ലൽ ഫജ്രി, ഫജ്റിന് മുമ്പ് തന്നെ നോമ്പിന് നിയ്യത്ത് വെക്കണം. അങ്ങനെ നിയ്യത്ത് വെച്ചിട്ട് ഫലാ സിയാമ ലഹു, അവന് നോമ്പിന്റെ മഹത്വമില്ല. അപ്പൊ നിയ്യത്തുണ്ടാകണം. എന്താണ് ഈ മല്ലം യുജ്മി എന്ന് പറഞ്ഞാൽ ഹുവൽ അസ്മു താമ്മു വഹഖീഖതുഹു ജംഉ റഈഹി അലൈഹി, നോമ്പ് കരുതണം, അതാണ് ഈ പറഞ്ഞതിന്റെ ആശയം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅ നിദാ അഹദുക്കും, നിങ്ങൾ വാങ്ക് കേട്ടാൽ വൽ ഇനാഉ ഫീ യദിഹി, പാത്രം കയ്യിൽ പിടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഫലാ യദഉഹു ഹത്താ യഖ്ദിയ ഹാജതഹു മിൻഹു, ആവശ്യം തീരാതെ വെക്കേണ്ടതില്ല. അതിന്റെ വിശദീകരണം قال الخطابي هذا مبني على قوله عليه الصلاة والسلام أن بلالا يؤذن بليل, ബിലാൽ റളിയല്ലാഹു അൻഹു സുബ്ഹിയുടെ ഏകദേശം ഒരു മണിക്കൂർ മുമ്പേ വാങ്ക് വിളിക്കും. ഫകുലു വസ്റബു, ആ സമയത്ത് നിങ്ങൾ കുടിക്കുകയും തിന്നുകയും ചെയ്തു. ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം, അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു സുബ്ഹിയുടെ വാങ്ക് വിളിക്കുന്നത് വരെ ഭക്ഷണം കഴിച്ചോളൂ എന്നാണ് ഈ പറഞ്ഞ ആ ഹദീസിന്റെ സാരം. عن سلمان بن عامر رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أفطر أحدكم فليفطر على تمر, നോമ്പ് മുറിക്കുന്ന സമയത്ത് കാരക്ക ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കുക. ഫൈന്നഹു ബറക്കത്തുൻ, അത് ബറക്കത്താണ്. ഫൈന്നഹു ലം യജിദ് ഫൽയുഫ്തിർ ഫൈൻ ലം യജിദ് ഫൽയുഫ്തിർ അലാ മാഇൻ, ഈത്തപ്പഴം ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുക. ഫൈന്നഹു തഹൂർ, അത് തഹൂറാണ്, അത് ശുദ്ധമാണ്. റവാഹു അഹ്മദ് വത്തുർമുദി വഅബൂ ദാവൂദ് വഇബ്നു മാജ വദ്ദാരിമി. عن انس رضي الله عنه قال كان النبي صلى الله عليه وسلم يفطر قبل ان يصلي على رطبات, നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഏതാനും ഈത്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് മുറിക്കും. ഫൈലം തക്കുൻ, അതില്ലെങ്കിൽ ഫതുമൈറാത്തുൻ, കാരക്കുകൾ എടുക്കും. ഫൈലം തക്കുൻ, അതും ഇല്ലെങ്കിൽ ഹസവാത്തിൻ മിമ്മാഇൻ, കുറച്ചു മുറുക്ക് വെള്ളം കുടിക്കും, എന്നിട്ട് നിസ്കരിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാറുള്ളത്. അപ്പൊ നിസ്കാരത്തിന്റെ മുമ്പ് ഒരു വെള്ളവും ഏത്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് മുറിക്കുക, എന്നിട്ട് നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. ഫിൽ ഖാമൂസ്, അസ എന്ന് പറഞ്ഞാൽ ശരിബഹു ശൈഅൻ ബഅദ ശൈഇൻ, കുറച്ച് മുറുക്ക് വെള്ളം കുടിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് മാത്രമല്ല, ആ വിഷയം വിശദീകരിക്കുന്നിടത്ത് അതിന്റെ മിഖാത്തുൽ മഫാത്തിഹിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തീയിൽ വേവിച്ച ചൂടാക്കിയത് കഴിക്കാതെ വെള്ളം കുടിക്കുക എന്ന് പറയുന്ന ഒരു ശൈലി, വെള്ളം എത്തപ്പോഴാകുമ്പോൾ തീയിൽ വേവിക്കാത്ത ഒന്ന് ആദ്യം കഴിക്കുക എന്ന ഒരു പ്രത്യേകതയുണ്ട് എന്നത് വിശദീകരിക്കുമ്പോൾ പറയുന്നത് കാണാം. സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫത്തറ സായിമൻ ഔ ജഹസ ഗാസിയൻ, ഒരാൾ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ പോരാടാൻ ഇറങ്ങിയ ആളെ സഹായിക്കുകയോ ചെയ്താൽ ഫലഹു മിസ്ലു അജ്രിഹി, ആ സൽക്കർമ്മം ചെയ്തതുപോലെ പ്രതിഫലം അവരെ സഹായിച്ചവർക്കും ഉണ്ടാകും. അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുന്ന പണ്ഡിതന്മാരെയും മഹത്തുക്കളെയും ഒക്കെ സഹായിക്കുന്നതൊക്കെ ഇതേ അർത്ഥത്തിലാണ്. അവരെ സഹായിക്കുമ്പോ അവരുടെ അതേ പ്രതിഫലം സഹായിക്കുന്നവർക്കുണ്ടാകും. وعن ابن عمر رضي الله عنه قال كان النبي صلى الله عليه وسلم إذا أفطر, വിധങ്ങൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഖാല, അവിടുന്ന് ചൊല്ലും, ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ذهب الظمأ, ദാഹം പോയി, وابتلت العروق, ശരീരത്തിന്റെ ഞരമ്പുകൾക്കൊക്കെ നനവ് വെച്ചു, وثبت الأجر إن شاء الله, إن شاء الله കൂലി സ്ഥിരപ്പെട്ടു. عن معاذ بن زهرة رضي الله عنه قال إن النبي صلى الله عليه وسلم كان إذا أفطر, നോമ്പ് തുറക്കുന്ന സമയത്ത് ഖാല اللهم لك صمت على رزقك أفطرت, പടച്ചോനെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, وعلى رزقك أفطرت,
നീ നിന്റെ റിസ്ക് ഉപയോഗിച്ച് ഞാൻ നോമ്പ് മുറിച്ചിരിക്കുന്നു. عن أبي عطية رضي الله عنه قال دخلت أنا ومسروق على عائشة رضي الله عنها فقلنا ഞാനും മസ്റൂഖ് റളിയല്ലാഹു അൻഹും കൂടെ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചു. ഞങ്ങൾ ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ റജുലാനി മിൻ അസ്ഹാബി മുഹമ്മദിൻ, നബി തങ്ങളുടെ ഉമ്മത്തിലെ രണ്ടുപേര്, അഹദുഹുമാ യുഅജ്ജിലുൽ ഇഫ്താറ വയുഅജ്ജിലു സ്വലാത്ത, ഒരാള് വേഗം നോമ്പ് തുറക്കും, വേഗം നിസ്കരിക്കും. വല്ലാഖറു, രണ്ടാമത്തെ ആള് യുഅഖിറുൽ ഇഫ്താറ വയുഅഖിറു സ്വലാത്ത, നോമ്പ് മുറിക്കൽ താമസിപ്പിക്കുന്നു, നിസ്കാരവും താമസിപ്പിക്കുന്നു. കാലത്ത് അതിൽ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി പറഞ്ഞു, അയ്യുഹുമാ യുഅജ്ജിലുൽ ഇഫ്താറ വയുഅജ്ജിലു സ്വലാ, അതിലാരാണ് വേഗം നോമ്പ് തുറക്കുന്ന, വേഗം നിസ്കരിക്കുന്നത്? ഖുൽനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, ഞങ്ങൾ പറഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. കാലത്ത് ഹക്കദാ സനഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അങ്ങനെയായിരുന്നു. വല്ലാഖറു അബൂ മൂസാ, മറ്റേയാള് അബൂ മൂസ റളിയല്ലാഹു അൻഹു ആണ്. റവാഹു മുസ്ലിം. അനിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഖാല ദഅാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല സഹൂരി ഫീ റമളാൻ, റമളാനിൽ അത്താഴത്തിന് എന്നെ നബി തങ്ങൾ ക്ഷണിച്ചു. ഫഖാല ഹലുമ്മ ഇലൽ ഗദാഇൽ മുബാറക്, ബറക്കത്തുള്ള ഈ ഒരു പ്രാതലിലേക്ക്, ഭക്ഷണത്തിലേക്ക് വരൂ. നബി തങ്ങൾ ഇർബാദ് റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച സന്ദർഭം ഉണ്ടായിരുന്നു നോമ്പിന്. ഹലുമ്മ ശുഹദാഅക്കും, വരി വരി എന്ന അർത്ഥമാണ് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമ സഹൂറുൽ മുഅ്മിനി അത്തംറു, അത്താഴത്തിന് ഏറ്റവും നല്ലതാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം അത്താഴത്തിന് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമ സഹൂറുൽ മുഅ്മിനി ബിഫത്ഹി സീനി ലാ ഗൈറു, സഹൂർ സഹൂർ ഇങ്ങനെ പറയുന്നതാണ് അവിടെ ഏറ്റവും നല്ലത്. അത്താഴത്തില് ഈത്തപ്പഴം ഉപയോഗിക്കുന്നത് ബറക്കത്താണ്. നോമ്പ് തുടങ്ങുന്നത് തന്നെ ബറക്കത്ത് കൊണ്ട് ഉപയോഗിക്കുക. ഇനി ഏതാനും ചില കാര്യങ്ങൾ കൂടി വളരെ അത്യാവശ്യമായി പറയേണ്ട ചില ഭാഗങ്ങൾ കൂടിയാണ്. എന്താണ്? നോമ്പിന് മഹത്വമുണ്ട്. ആ മഹത്വം നമ്മൾ എങ്ങനെ കൽപ്പിക്കണം, എങ്ങനെ പ്രാവർത്തികമാക്കണം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മല്ലം യദ ഖൗല സൂരി വല്ലമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു, ഒരാൾ നോമ്പ് നിൽക്കുന്ന സമയത്ത് അയാള് അനാവശ്യമായി സംസാരിക്കരുത്, കുറ്റം പറയരുത്, വെറുതെ സംസാരിച്ചിരിക്കരുത്. ഖുർആൻ ഓതുക, ദിക്റ് ചൊല്ലുക, നല്ലത് പറയുക, നല്ലതിന് സമയം ചെലവഴിക്കുക, കലഹിക്കാതിരിക്കുക, ബഹളം വെക്കാതിരിക്കുക, അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക, തിന്മ പറയാതിരിക്കുക. അങ്ങനെയൊന്നും ചെയ്യാതെ വെറുതെ നോമ്പൂറ്റിട്ട് എല്ലാ തിന്മയും ചെയ്യുകയാണെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു, അവൻ ഭക്ഷണപാനീയം ഉപേക്ഷിക്കുന്നതിന് അള്ളാഹുവിന് പ്രത്യേക ആവശ്യമൊന്നുമില്ല. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വയുബാശിറു വഹുവ സ്വാഇം വകാന അംലകകും ലിഅർബിഹി, നോമ്പിന് വൈകാരികമായ കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പൊതുവെ. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വൈകാരികതയുടെ വിഷയത്തിൽ വളരെയേറെ കൺട്രോൾ ഉള്ള ആളായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, അതായത് നോമ്പിന് ഒരാൾ ഭാര്യയെ സ്പർശിച്ചാൽ നോമ്പ് മുറിഞ്ഞു പോകുകയില്ല. അതേസമയം ഏത് നോമ്പ് മുറിയാൻ സാധ്യതയുള്ള വിഷയങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആ വിഷയം വിശദമായ ചർച്ചകൾ കാണാം. ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതുപോലെ റമദാനിന് മനസ്സിലാക്കേണ്ട മസ്അലകളും കാര്യങ്ങളും ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ദിവസത്തെ ചർച്ചയിൽ അത് കൊണ്ടുവരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖുകൾ നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ സംസാരിച്ചത് റമദാനിന്റെ മഹത്വത്തെ കുറിച്ചാണ്. ഇൻഷാ അള്ളാഹ് റമദാനിലെ മസ്അലകളും കാര്യങ്ങളും ഒക്കെ അടുത്ത ദിവസം നമുക്ക് സംസാരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിനെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.